എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ച അറിയിപ്പിന് പിന്നാലെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ്റെ ഒരുമിച്ചുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഇതിനായിട്ട് 1864 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നവംബർ മാസത്തിൽ ആദ്യമായിട്ട് വർധനവ് പ്രഖ്യാപിച്ച തുകയായിട്ടുള്ള 2000 രൂപയോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള ഒരു പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള 1600 രൂപയും ചേർത്ത് 3600 രൂപ ഒരുമിച്ച് നവംബറിൽ വിതരണം ചെയ്യുമെന്നാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നവംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം നേരത്തെ തന്നെ വിതരണം ചെയ്യുന്ന തീയതിയായിരുന്നു ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണത്തിലെ കുടിശ്ശിക പൂർണ്ണമായിട്ടും സർക്കാർ കൊടുത്തു തീർക്കുകയാണ്. അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ 400 രൂപ വർദ്ധിപ്പിച്ച് മാസം തോറും 2000 രൂപ നൽകുന്നതിൻ്റെ ആദ്യഘട്ടവും നടപ്പിലാക്കുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2000 രൂപയുടെ വിതരണം ആരംഭിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് വരുന്ന മാസങ്ങളിലും ഇനി സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും 2000 രൂപയുടെ വിതരണം ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വർധനവും നൽകുവാനുള്ള ഒരു കുടിശ്ശികയുടെ വിതരണവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പോൾ മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതിനാൽ സർക്കാർ പെൻഷൻ വർധനവോ കുടിശ്ശിക വർധനവോ പ്രഖ്യാപിക്കുവാൻ പിന്നീട് സാധിക്കുന്നതല്ല. അതിനാൽ തന്നെ സർക്കാർ ഇന്നലെയും ഇന്നുമായിട്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് നവംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വിതരണവും ചേർത്തുള്ള 3600 രൂപ വിതരണം ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസം 7-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം തുടരുമെന്നാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്ന മിക്ക ജീവനക്കാർക്കും ഒക്ടോബറിലെ പെൻഷൻ തുക കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിലെയും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമായിട്ട് തന്നെ തുടരുന്നതാണ്. 7-നുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ കുടിശ്ശിക പെൻഷൻ നവംബർ മാസത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്നും എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള തുക ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാലും സർക്കാർ പറഞ്ഞ തീയതിയിൽ തന്നെ നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച 2000 രൂപയുടെ നൽകുവാനുള്ള കുടിശ്ശികയായിട്ടുള്ള 1600 രൂപയുടെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് 3600 രൂപയായിട്ട് വിതരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നവംബർ മാസത്തിലെ 20-ാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്തെ 3600 രൂപ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.